ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഇന്ത്യൻ സിനിമയിലെ തന്നെ വലിയ സിനിമയായ കൽക്കി 2898 AD എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് സിനിമയുടെ 10ാം ദിവസമാണ് തിയേറ്ററുകളിൽ. സിനിമയുടെ ആദ്യ 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനും ഇപ്പോഴത്തെ ഒഫീഷ്യൽ കളക്ഷൻ എല്ലാം തന്നെയാണ് ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അത് പ്രകാരം സിനിമ അടുത്തൊരു മാന്ത്രിക സംഖ്യയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 800 കോടിയിലേറെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പിന്നിട്ടിരിക്കുന്നുവെന്നാണ് ഈ കാണുന്ന ഒഫീഷ്യൽ പോസ്റ്ററിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഒരു തീ പോസ്റ്റർ തന്നെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ 800 കോടി പോസ്റ്ററായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഒഫീഷ്യൽ കളക്ഷൻ 800 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിലും ട്രാക്കേഴ്സും ഒഫീഷ്യൽ കളക്ഷനും തമ്മിൽ 100 കോടിയുടെ വ്യത്യാസമുണ്ട്. നിലവിൽ 9 ദിവസങ്ങൾ കൊണ്ട് 700 കോടിയിലേറെ വേൾഡ് വൈഡ് കളക്ഷൻ മാത്രമേ കൽക്കി യഥാർത്ഥത്തിൽ പിന്നിട്ടിട്ടുള്ളൂ. എങ്ങനെ നോക്കിയാലും വൈജയന്തി ഫിലിംസിന്റെ സിനിമ ഒരു വമ്പൻ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഇനിയും ഒരു ബ്രഹ്മാണ്ഡ കളക്ഷനിലേക്ക് സിനിമ പോകുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. ഇതിനിടയിൽ കൽക്കി എന്ന സിനിമയുടെ തിയേറ്റർ വിജയം എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത് എന്ന് പലരും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. റിലീസിന് മുന്നേ തന്നെ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് ഒപ്പം തന്നെ ബ്രേക്ക് ഇവൻ പോയിന്റ് എത്രയാണ് എന്ന് പ്രേക്ഷകരെ മറ്റൊരു വീഡിയോയിലൂടെ അറിയിച്ചതാണ്. 600-650 കോടി റേഞ്ചിൽ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ കൽക്കി എന്ന സിനിമയുടെ തിയേറ്റർ വിജയം അതിന്റെ ഇരട്ടിക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്താലല്ല നിർണ്ണയിക്കുക. മറിച്ച് തെലുഗു സിനിമകൾക്ക് തിയേറ്റർ റൈറ്റ്സ് ബേസിസിലാണ് സിനിമയുടെ വിജയം നിർണ്ണയിക്കുക. ഒരു നിശ്ചിത തുകയ്ക്ക് തിയേറ്റർ റൈറ്റ്സ് റിലീസിന് മുന്നേ വിറ്റഴിക്കപ്പെടുകയും ആ തുകയിലേക്ക് ഷെയർ കളക്ഷൻ എത്തിയാൽ അങ്ങനെയായിരിക്കും ഒരു സിനിമ വിജയം ആയി എന്ന് ഉറപ്പാക്കാനായിട്ട് കഴിയുക. കൽക്കി എന്ന സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ റൈറ്റ്സ് 370 കോടിയിലേറെ തുകയ്ക്കാണ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഇരട്ടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ സിനിമ നേടിയെടുക്കണം. ലോകമെമ്പാടും തിയേറ്ററുകളിലെ സിനിമ വിജയിച്ചു എന്ന് ഉറപ്പുവരുത്താനായിട്ട്. ഇപ്പോൾ തന്നെ കേരളത്തിൽ ഉൾപ്പെടെ തിയേറ്ററുകളിലെ ബ്രേക്ക് ഇവനായിട്ട് മാറിക്കഴിഞ്ഞ കൽക്കി എന്ന സിനിമയ്ക്ക് വേൾഡ് വൈഡ് തിയേറ്റർ റൈറ്റ്സിന്റെ ബേസിസിൽ വിജയിക്കണമെങ്കിൽ 750 കോടിയോളം രൂപ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കണം. അതെന്തായാലും ഇന്നതല്ലെങ്കിൽ നാളത്തെ കളക്ഷനോടെ നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച കൽക്കി എന്ന സിനിമ തിയേറ്ററുകളിലെ വിജയം കാണാനായിട്ട് ഒരുങ്ങുകയാണ്. ഇതിനിടയിൽ സിനിമയുടെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് 170 കോടി രൂപയ്ക്കാണ്. നിലവിൽ സിനിമയുടെ ഈ പറഞ്ഞ 2 സംസ്ഥാനങ്ങളിലെ ആകെ ഷെയർ കളക്ഷൻ 150 കോടിയിലേക്ക് അടുക്കുന്നതേ ഉള്ളൂ. നാളെ ഞായറാഴ്ചത്തെ കൂടി കളക്ഷൻ വരുമ്പോൾ ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലും സിനിമ ബ്രേക്ക് ഇവൻ ആകുന്നതാണ്. കേരളത്തിലാണെങ്കിൽ 6 കോടി രൂപയ്ക്കായിരുന്നു സിനിമയുടെ കേരള വിതരണം സ്വന്തമാക്കിയത്. കേരളത്തിൽ 20 കോടിയിലേക്ക് ഗ്രോസ് കളക്ഷൻ എടുക്കുന്ന സിനിമയുടെ കേരള ഷെയർ കളക്ഷൻ 8 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.